എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബിന്ദു ടെറസ് ഫാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ അമ്പലത്തിലെ ചന്ദ്രൻ്റെ അതായത് എന്നെ കെട്ടിച്ച് വിട്ടത് കാവാലത്താണ്. കാവാലത്ത് കുന്നുമ്മ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുന്നുമ്മയിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത്, അതായത് നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറയാം, പുതുപ്പറമ്പ് ദേവസ്വം എന്നാണ് പറയുന്നത് അതിന്. അപ്പോൾ അവിടെ അറുകലി അമ്മാവൻ്റെ പ്രതിഷ്ഠയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അമ്പലത്തിൽ നമുക്കൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ യക്ഷിഗന്ധർവന്മാർ, സർപ്പത്താന്മാർ, അറുകലി അമ്മാവൻ, ഭുവനേശ്വരി അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2024 ജനുവരിയിലാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഭദ്രകാളി പ്രതിഷ്ഠ നടത്തിയിരുന്നു. അന്ന് നമ്മൾ പോവുകയും ചെയ്തിരുന്നു. അതൊന്നും നിങ്ങളെ കാണിക്കാനായിട്ടൊന്നും പറ്റിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. അപ്പം ഈ വർഷം അതിൻ്റെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പം നമ്മൾ അതിൻ്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ പുതുപ്പറമ്പ് ദേവസ്വത്തിൽ മെയിനായിട്ടിപ്പം അത് മതിലൊക്കെ കെട്ടി ഇപ്പോൾ നല്ലതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം കുപ്പിച്ചനായിട്ട് വാഴപ്പാട് 2 കുടുംബക്കാർ ആയിരുന്നു. അപ്പം അതിനകത്ത് ഇപ്പം അത് പുതുപ്പറമ്പ് ദേവസ്വത്തിന് കൈമാറിയിരിക്കുകയാണ്. അപ്പം എല്ലാ ആൾക്കാരും അതിനകത്ത് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ആദ്യം അറുകലി അമ്മാവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങൾ. എന്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണെങ്കിലും ഗണപതി, പിന്നെ അറുകലി അമ്മാവൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം എന്ത് കാര്യം നടന്നെന്ന് പറഞ്ഞാലും ചെയ്യുന്നത്. അപ്പം അവിടുത്തെ വിശേഷങ്ങളും നമ്മളവിടെ വിളക്ക് എത്തിക്കുന്നതും അവിടുത്തെ വിശേഷങ്ങളും പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്നത്തെ പ്രോഗ്രാമുകളും പൂജകളും എല്ലാം നിങ്ങളെ വിശേഷങ്ങളായിട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അവിടെ ആരെങ്കിലും ഒരു പുതിയ മെമ്പർ വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് അവിടുത്തെ സർപ്പത്തന്മാർ അവരെ വന്ന് അനുഗ്രഹിക്കുമെന്നാണ് പറയണത്. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാനുള്ള സമയമായിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ അമ്പലത്തിലാണ് കൊണ്ടിരുത്തിയത്. അപ്പം അവിടെ കൊണ്ടിരുത്തിയ സമയത്ത് എല്ലാവരും വീട്ടിലേക്ക് പോയി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോയി. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പാമ്പിങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് നമ്മളിരിക്കുന്നതിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ കാണിച്ചു. അപ്പോഴത്തേക്ക് വീഡിയോഗ്രാഫറൊക്കെ ഓടി വന്നു. അനിയനൊക്കെ കണ്ടിട്ട് വീഡിയോഗ്രാഫറിനെയൊക്കെ വിളിച്ചു. അപ്പോഴത്തേക്ക് അത് നമ്മളെ വന്നിങ്ങനെ ആടി ഇങ്ങനെ കാണിച്ചിട്ട് നേരെ അതങ്ങ് തിരിഞ്ഞു പോയി. എങ്ങോട്ട് പോയെന്ന് ആരും കണ്ടില്ല. അതെനിക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. ചെന്ന അന്നത്തെ ദിവസത്തെ കാര്യമാണ് ഞാനീ പറയണത്. അപ്പോൾ അത്രയ്ക്കും ഒരു ശക്തിയുള്ളൊരു ഇതാണ് അവിടെ ഉള്ളത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുളിര് പോരും ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ അറുകലി അമ്മാവൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുറ്റത്താണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അമ്മാവൻ്റെ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാം. നമ്മൾ വരുമ്പം അമ്മാവൻ്റെ അമ്പലം കഴിഞ്ഞാണ് നമ്മളെ വീട്ടിലേക്ക് കയറുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ കല്യാണം കഴിച്ച് അവിടെ കൊണ്ടുപോയ നാൾ തൊട്ട് ഞാൻ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ്റെ അമ്പലത്തിൽ വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടേ നമ്മുടെ വീട്ടിൽ വിളക്ക് വയ്ക്കാറുള്ളൂ. അവിടെ വിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മൂത്ത ആൾ തൊട്ട്, അതായത് അപ്പുച്ചേട്ടൻ മുതൽ ആണ് ആദ്യം അമ്പലത്തിൽ ഇങ്ങനെ വിളക്കുന്നത്. കാരണം അവിടെ സംക്രമ പൂജ മാത്രമേ ഉള്ളൂ, നിത്യപൂജയില്ല. അപ്പം സംക്രമ പൂജ ആയത് കാരണം അവിടെ വിളക്ക് കൊളുത്തും. നട തുറന്നില്ലെങ്കിലും വിളക്ക് കൊളുത്താറുണ്ട്. അപ്പോൾ ആദ്യം അപ്പുച്ചേട്ടനായിരുന്നു, അത് കഴിഞ്ഞ് അത് ചന്തൻ ചേട്ടൻ ചെയ്തു, പിന്നെ ദാസൻ ചെയ്തു, പിന്നെ ഹരി ചെയ്തു. ഇപ്പോൾ ഹരിയുടെ മക്കൾ ചെയ്യുന്നുണ്ട്. മോനാണ്, ശ്രീകുട്ടനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിള്ളേർ, നമ്മുടെ കുടുംബത്തുള്ള എല്ലാ പിള്ളേരും, എല്ലാവരുടെയും ഒന്നും പേരെനിക്കറിയില്ല, എല്ലാവരും ഒക്കെ വിളക്ക് കത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. അവരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം അത്രയ്ക്കും അമ്മാവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് വരുമ്പോഴും ഒരു കൽവിളക്കുണ്ട്. ആ കൽവിളക്കിൽ വിളക്ക് തെളിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ രാവിലെ അത് നോക്കിക്കഴിഞ്ഞാലാണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഒരു ദിവസം തുടങ്ങുന്നത് തന്നെയെന്ന് പറയാം. അതുപോലെയാണ്. അപ്പം ഇപ്പം അത് ട്രസ്റ്റിന് കൊടുത്തു. എല്ലാവരും ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. മറ്റേത് കുടുംബക്കാർ മാത്രമായിരുന്നു. വെള്ളംകുടി വഴിപാടാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ. അറുകലി അമ്മാവന് വെള്ളംകുടി വഴിപാടാണ്. പിന്നെ അതിനെപ്പറ്റി പറഞ്ഞാൽ, അവിടെ രാവിലെ എണീക്കുന്ന സമയത്തും നമുക്ക് ഒരു പ്രത്യേക ഒരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യം അമ്മാവൻ്റെ നടയെന്ന് പറഞ്ഞാൽ ആ കൂവളത്തിൻ്റെ താഴെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു ഇതായിരുന്നു അമ്മാവൻ്റെ നടയെന്ന് പറഞ്ഞു. പിന്നീടാണ് അവിടെ അമ്പലം ഉണ്ടായത്. അപ്പം ഇപ്പം അന്ന് ആ കൂവളം നിന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു കൂവളം ഉണ്ട്. അത് മൂലസ്ഥാനമായിട്ടാണ് ഇപ്പം വച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് മൂലസ്ഥാനമാണിപ്പം. അപ്പോൾ ആ കൂവളത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ നാട്ടിൽ നിന്ന സമയത്തൊക്കെ കൂവളത്തിൽ നിന്ന് ഇല പറിച്ചിട്ട് അമ്മാവന് മാല കെട്ടിയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ പോയി കഴിയുമ്പോഴേ നല്ലൊരു ഫീലിംഗാണ് ശരിക്കും കിട്ടുന്നത്. അപ്പം
ഇത്രയൊക്കെ ഉള്ളൂ. അമ്മാവനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല.